കമലഹാസൻ സാറാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കാണുകയുള്ള സിനിമയിൽ ഭയങ്കര അത്രയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നായകൻ സിനിമയാണെന്നുണ്ടെങ്കിലും റീസെൻ്റ് വന്ന അദ്ദേഹത്തിൻ്റെ പടങ്ങളാണെന്നുണ്ടെങ്കിലും അപ് ടു ദ മാർക്കാണ്. പക്ഷേ അത് കിട്ടിയില്ല. വർക്ക് ഫോർ മീ നോട്ട് ഫോർ ദ ഓഡിയൻസ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചത്തിരിക്കുന്നു പറയില്ല. നമ്മൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കുഡ് ഹാവ് ബീൻ ബെറ്റർ, കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് വെച്ചാൽ അത്ര പുള്ളി തന്നെ പ്രൊഡക്ഷൻ ഹൗസിലാണ് വന്നത്. പക്ഷെ അത് അപ് ടു മാർക്കായില്ല. കമലഹാസനെ കൊള്ളാം. പിന്നെ എന്താ പറയുക, ജോജു അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എക്സ്പെക്ടേഷന് അത്ര പാടില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും സിനിമ. എന്തായാലും 38 വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും അതുപോലെ മണിരത്നം ഒന്നിക്കുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. എന്തായാലും വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. കമലഹാസനെ അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ പ്രായാധിക്യത്തിന്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷെ അതൊന്നുമല്ല, അതിന്റെ ക്യാരക്ടറിന്റെ ഒരു പഞ്ച് അത് ഒരു രക്ഷയില്ല. കമലഹാസൻ ഈ പ്രായത്തിലും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഇത് ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പാണ്. ഈ സിനിമ നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ നല്ലൊരു സിനിമയാണ്. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ട് കമലഹാസന്റെ പെർഫോമൻസ് എടുത്തു പറയണം. അതുപോലെ നാസറുണ്ട് ഇതിനകത്ത്. ജോജു ജോർജ് ഒരു രക്ഷയിൽ 2-3 സീനിൽ നല്ല പട്ടക്കം സാധനം ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണുക, അടിപൊളിയാണ്. ഇതിന്റെ രണ്ടാം പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും പടം എങ്ങനെയുണ്ട് മോനെ? പടം സൂപ്പറാണോ? അടിപൊളിയാണോ? സൂപ്പർ പടമല്ലേ? അതെ, ചേട്ടന്മാരെന്ന് പറഞ്ഞ പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സൂപ്പർ പടമാണ്.